ഒരു ആശുപത്രിക്കെതിരെ കൂടി ചികിത്സാ പിഴവ് ആരോപണം വരികയാണ്. നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നു. കോഴിക്കോട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. 9 വയസ്സുകാരന്റെ ഇടതു കൈ വിരലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടു. ചില്ലുകൊണ്ട് മുറിവേറ്റ് ചികിത്സ തേടിയപ്പോൾ കൈയിലെ ചലന ഞരമ്പ് മുറിഞ്ഞത് താലൂക്ക് ആശുപത്രി അധികൃതർ അറിഞ്ഞില്ലെന്നാണ് പരാതി. ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പ്രതികരണത്തിലേക്ക്. എക്സ്റേ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് എക്സ്റേ എടുപ്പിച്ചത്. എക്സ്റേ എടുത്ത് കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചതിന് ശേഷം ഒരു ഡോക്ടർ തന്നെ മെയിൻ ഡോക്ടർ തന്നെ രണ്ട് തുന്നിട്ട് വീട്ടിലേക്ക് പോയിട്ട് കൈ വിരൽ ഇളക്കരുത്, കാരണം തുന്നി വിട്ടു പോകരുത്, നടുക്ക് പടിയായതുകൊണ്ട് തുന്നി വിട്ടുപോകും എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു മാസം 1.5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഈ കുട്ടിയുടെ വിരലിന് പ്രവർത്തനമില്ല എന്നുള്ളത് മനസ്സിലാകുന്നത്, ചലനമില്ല എന്നുള്ളത്. കാരണം വിരലിങ്ങനെ ആടിക്കളിക്കുക, ആട്ടി ഇങ്ങനെ പോകുന്നത് കണ്ടാലാണ് ഞങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ വീണ്ടും കൊല്ലാണ്ട് കൊണ്ടുപോയി കാണിച്ച് അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലുള്ള വള്ളിയോ കാര്യങ്ങളോ പൊട്ടാനുള്ള സാധ്യത ഉണ്ടാകുന്നു, സംഭവിച്ചിട്ടുള്ള ഫീസിനെ വല്ല കാണിക്കണം, പ്ലാസ്റ്റിക് സർജനെ കാണിക്കണം പറഞ്ഞ് റെഫർ ചെയ്തതാണ്. റെഫർ ചെയ്ത് കോഴിക്കോട് പോയി അവരെ മെഡിക്കൽ കോളേജിൽ പോയവർ അവിടെ വീണ്ടും എന്ത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ പറഞ്ഞു അവർ വള്ളി പൊട്ടിയതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്, അത് കൂട്ടി ചെയ്തു പോയതായിരിക്കാം എന്നുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി മുബാറക്ക് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. മുബാറക്ക്, ഗുഡ് ഈവനിങ്. ഈ സമീപകാലത്തൊക്കെ ആയിട്ട് നമ്മൾ കേൾക്കുന്ന, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാർത്തകൾ ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന വാർത്തയുടെ പശ്ചാത്തലം എന്താണ്? വിവരങ്ങൾ എങ്ങനെ? സേതു, തീർച്ചയായിട്ടും ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് കോഴിക്കോട് കൊയിലാണ്ടി ആശുപത്രിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ചികിത്സാ പിഴവ് പരാതി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. കൊയിലാണ്ടി കുന്നൂർ സ്വദേശിയായിട്ടുള്ള ഒരു 9 വയസ്സുകാരനാണ് ഇത്തരത്തിൽ ഒരു ചികിത്സാ പിഴവ് അനുഭവം നേരിട്ടു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ധനരാജൻ എന്നുള്ളതാണ്. അവർ ഈ കുന്നൂർ സ്വദേശികളായിട്ട് ഉള്ള ആളുകൾ തന്നെയാണ്. ഇവർ ഈ വർഷം ഫെബ്രുവരി 15-നാണ് താലൂക്ക് ആശുപത്രിയിൽ, അതായത് ഈ കുട്ടിയുടെ കയ്യിൽ ഒരു കുപ്പിച്ചില്ല് കൊണ്ട് മുറിവ് പറ്റി ചികിത്സ തേടിയെത്തുന്നത്. അങ്ങനെ ചികിത്സ തേടിയെത്തിയ സാഹചര്യത്തിൽ അവിടെ അവർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർ അവിടെ 2 തുന്നൽ നൽകി, അതുപോലെ കെട്ടുകളും വരുത്തിക്കൊണ്ട് കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു. കൂടുതൽ പരിശോധനകളോ ഒന്നും തന്നെ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് 1 മാസക്കാലങ്ങൾക്ക് ശേഷം വിശ്രമം കഴിഞ്ഞ് കെട്ട് അഴിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ കൈവിരലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടതായി മനസ്സിലാകുന്നത്. വീണ്ടും ഈ കുടുംബം തിരികെ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നു. അവിടെ എത്തി പരിശോധനകൾ നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഈ കൈവിരലിന്റെ ചലന ഞരമ്പ് മുറിഞ്ഞതായിട്ടുള്ള വിവരം അറിയുന്നത്. അങ്ങനെ അവർ പറയുന്നു ഈ പ്ലാസ്റ്റിക് സർജനെ കൂടുതലായി കാണിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നിർദ്ദേശിക്കുന്നു. പിന്നീട് 1 മാസക്കാലങ്ങൾക്ക് ശേഷം ഈ കൈ, അതായത് തുന്നൽ വരുത്തിയിരുന്ന കെട്ടുകളെല്ലാം മാറ്റിയതിനു ശേഷം 1 മാസക്കാലങ്ങൾക്ക് ശേഷം ഏതാണ്ട് ഏപ്രിലാണ് ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അവിടെ എത്തി പരിശോധന നടത്തുമ്പോഴായിരുന്നു ഈ വിവരം പുറത്തു വരുന്നത്. ഈ കുട്ടിക്ക് ഹൃദയത്തിനൊരു ശസ്ത്രക്രിയ കുറച്ച് നാളുകൾക്ക് മുന്നേ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ശാരീരിക ക്ഷമത തിരിച്ചെടുക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1 മാസക്കാലം പിന്നെയും താമസിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് പിന്നീട് ഇത്തരത്തിൽ 38 തുന്നൽ വരുന്ന ഒരു ശസ്ത്രക്രിയയ്ക്ക് കുട്ടി വീണ്ടും വിധേയനായിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഒരു ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഈ കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും. ശരി, അപ്പോൾ ഒരു ചികിത്സാ പിഴവ് ആരോപണം കൂടി വരികയാണ്. കോഴിക്കോട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിക്കെതിരെയാണ് ചികിത്സാ പിഴവ് ആരോപണം. ഇനി